അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ച. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ സമാധാന ചർച്ച പരാജയപ്പെട്ടു. ഇറാനെതിരെ നാവിക ഉപരോധമെന്നും ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം നിരോധിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. അമേരിക്കൻ സേനയെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്ന് ഇറാന്റെ താക്കീത്. ഇറാൻ അണ്വായുധം ഉണ്ടാക്കരുതെന്ന പ്രധാന ആവശ്യം നിരാകരിച്ചതാണ് 21 മണിക്കൂർ മാരത്തൺ ചർച്ച പൊളിയാൻ കാരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. നവകേരള സർവേക്ക് 13 കോടി രൂപ ചെലവാക്കിയെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ. 20 കോടി രൂപയായിരുന്നു അനുവദിച്ചത്. ബ്രോഷറിന് 5.54 കോടിയും കത്തിന് 1 കോടിയും വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് 1.45 കോടി രൂപയും ചെലവായി. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൊതുജനാഭിപ്രായം തേടാനെന്ന പേരിൽ LDF സർക്കാരിന്റെ പരസ്യ പ്രചാരണത്തിന് ആവിഷ്കരിച്ചതാണ് നവകേരള സർവേ. LDFന് 90 സീറ്റ് ലഭിക്കുമെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വനവാസത്തിന് പോകരുതെന്നും അദ്ദേഹം പരിഹസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന UDF അവകാശവാദം ഫണ്ട് പിരിവിന് വേണ്ടിയാണെന്ന് CPM നേതാവ് മുഹമ്മദ് റിയാസ്. മെയ് 4 വരെ ഫണ്ട് പിരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. പ്രയാഗ്രാജിലെ കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം കേരള സ്റ്റോറി തന്നെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ സുരക്ഷിതമായി വിവാഹിതരാകാമെന്നതിനാലാണ് അവർ ഇവിടെ എത്തിയത്. പോലീസ് രേഖകൾ പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേള വൈറൽ താരം പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നറിഞ്ഞിട്ടും വിവാഹം നടത്തിയെന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പോലീസിൽ പരാതി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിന് AA റഹീം MP, മന്ത്രി ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം G അഞ്ജന ദേവി മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിവാഹത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയും വ്യാജരേഖ ചമയ്ക്കലും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാറിലെ മിൽമയുടെ മിൽക്ക് ചില്ലിംഗ് പ്ലാന്റിനോടനുബന്ധിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ നടപടി ഹൈക്കോടതി ശരിവച്ചു. ഇത് ചോദ്യം ചെയ്ത് മിൽമ എറണാകുളം യൂണിയൻ നൽകിയ ഹർജി കോടതി തള്ളി. മൂന്നാർ ടൌണിലുള്ള 2 ഏക്കർ ഭൂമി സർക്കാർ ആദ്യം കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് കൈമാറി. പിന്നീട് മിൽക്ക് ചില്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ അത് മിൽമ എറണാകുളം യൂണിയന് കൈമാറുകയായിരുന്നു. ഈ ഭൂമിയിൽ നിന്നുള്ള 1.30 ഏക്കർ ഭാഗം ബോർഡിന് തിരിച്ചു നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ആലപ്പുഴ ജില്ലാ ജഡ്ജി ഹണി M വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ഹൈക്കോടതി കൊളീജിയം ശുപാർശ നൽകി. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവിച്ചത് ഹണി M വർഗീസായിരുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കെന്ന പരാമർശത്തിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നുമുള്ള ശോഭ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് നോട്ടീസ്. പാലക്കാട് മണ്ഡലത്തിൽ BJP വോട്ടിന് പണം നൽകിയെന്ന ആരോപണം അന്വേഷിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്ന് RDO.
കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന RDOയുടെ ആവശ്യം ജില്ലാ കളക്ടർ അംഗീകരിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് പിടിയിലായ സംഭവത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട ദൃശ്യയുടെ അമ്മ ദീപ. വിനീഷിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും രക്ഷപ്പെടാൻ മാനസിക രോഗിയായി അഭിനയിക്കുകയാണെന്നും ദീപ പറഞ്ഞു. രാജ്യത്തെ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യാനുള്ള നടപടികളെക്കുറിച്ച് സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കൂടിയാലോചനകളും ചർച്ചയുമില്ലാതെ വളരെ സുപ്രധാനമായ ഈ വിഷയവുമായി മുന്നോട്ടു പോകാൻ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. വ്യാഴാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യകണ്ഠേന നിയമം പാസാക്കണമെന്നാണ് പ്രധാനമന്ത്രി MP-മാരോടും കക്ഷി നേതാക്കളോടും അഭ്യർത്ഥിച്ചത്. വിഖ്യാത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കും. SIR വലിയ തട്ടിപ്പാണെന്നും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ എതിർക്കുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിനിടെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചതായും ആരുമായും ചർച്ച ചെയ്യാതെയാണ് സർക്കാർ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരുന്നതെന്നും മമത കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ് BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കർണാടക കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. പാർട്ടി നേതൃത്വത്തോടുള്ള കടുത്ത അതൃപ്തി പരസ്യമാക്കി മുതിർന്ന ന്യൂനപക്ഷ നേതാവ് K. അബ്ദുൾ ജബ്ബാർ കർണാടക കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തെക്കൻ തമിഴ്നാടിനെ ഇളക്കിമറിച്ച് കന്യാകുമാരിയിൽ TVK അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ. തുറന്ന വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സൈക്കിൾ ചവിട്ടിയെത്തിയാണ് ജനങ്ങളെ വിജയ് ആവേശം കൊള്ളിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. ഹോർമുസ് കടലിടുക്കിൽ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന ദൌത്യവുമായി USS ഫ്രാങ്ക് E. പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിലുള്ളത്. ഇറാൻ സൈന്യം കടലിടുക്കിൽ സ്ഥാപിച്ച മൈനുകളാണ് നീക്കം ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആധുനിക കാലത്തെ ഹിറ്റ്ലറാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ. രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായി. ഗാസയിലെയും ലെബനനിലെയും ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കി. ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടിരിക്കെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പുടിൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാനിരുന്ന പാകിസ്ഥാന്റെ 2 എണ്ണക്കപ്പലുകൾ തിരിച്ചുപോയി. മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. ഖത്തറിലെ സമുദ്ര ഗതാഗത നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കി. എല്ലാത്തരം കപ്പലുകൾക്കും ബോട്ടുകൾക്കും സർവീസ് നടത്താൻ അനുമതി നൽകി. ഇറാന് ആയുധങ്ങൾ കൈമാറാൻ ചൈന ഒരുങ്ങുന്നതായുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന അത്തരമൊരു നടപടിക്ക് മുതിർന്നാൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹംഗറിയിൽ 1.5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന വിക്ടർ ഓർബന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പീറ്റർ മഗ്യാറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷി തിസ പാർട്ടി വിജയം സ്വന്തമാക്കി. വോട്ടെണ്ണൽ പൂർത്തിയാകും മുൻപ് തന്നെ 51% വോട്ട് നേടാൻ തിസ പാർട്ടിക്ക് സാധിച്ചു. ഫിഡസ് പാർട്ടിക്ക് 40% വോട്ട് മാത്രമാണ് നേടാനായത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആൾക്കൂട്ടാക്രമണം. മുസ്ലിം യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ആൾക്കൂട്ടം അക്രമം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ വർഷം ഒപ്പിട്ട പ്രതിരോധ കരാർ പ്രകാരം പാകിസ്ഥാൻ സൈന്യം സൌദി അറേബ്യയിലെത്തി.
13,000 സൈനികരും 10 മുതൽ 18 വരെ വിമാനങ്ങളും അടങ്ങുന്ന സംഘമാണ് എത്തിയതെന്ന് സൌദി സർക്കാർ. ന്യൂസിലൻഡിൽ വയ്യാനു ചുഴലിക്കാറ്റ്. ഞായറാഴ്ച പുലർച്ചെ ആരംഭിച്ച അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തീരപ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് സാമ്പത്തിക സഹായവുമായി സൌദി അറേബ്യയും ഖത്തറും. $500 കോടി സാമ്പത്തിക സഹായമാണ് ഇരു രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തത്. ഈ മാസം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നൽകാനുള്ള $350 കോടി കടം തിരിച്ചടയ്ക്കാനിരിക്കെയാണ് സഹായ വാഗ്ദാനം. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് മുംബൈ ഇന്ത്യൻസിനെതിരെ 18 റൺസിന്റെ വിജയം. 36 പന്തിൽ 78 റൺസ് നേടിയ ഫിൽ സാൾട്ടിന്റെയും 20 പന്തിൽ 53 റൺസെടുത്ത രജീത് പട്ടിദാറിന്റെയും മികവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഉയർത്തിയ 241 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടരുന്നതിനിടെ മുംബൈ ഇന്ത്യൻസ് നായകൻ രോഹിത് ശർമ്മ പരിക്കേറ്റ് പുറത്തായി. ഇന്നിംഗ്സിലെ 5-ാം ഓവറിൽ ഹാംസ്ട്രിങ്ങും പരിക്കേറ്റ് മടങ്ങിയിരുന്നു. മുംബൈ ഇന്ത്യൻസിന് 222 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇംപാക്ട് പ്ലെയറായി എത്തിയ ഷെർഫാൻ റൂദർഫോർഡ് 31 പന്തിൽ 71 റൺസെടുത്തെങ്കിലും റോയൽ ചലഞ്ചേഴ്സിന്റെ കൂറ്റൻ സ്കോറിന് അടുത്തെത്താനായില്ല. IPL-ലെ മറ്റൊരു മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റിന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിനെ 20 ഓവറിൽ 8 വിക്കറ്റിന് 164 റൺസിലൊതുക്കിയ ഗുജറാത്ത് 18.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.